കാണിച്ചു കൊടുത്തു. സഹാബികളൊക്കെ ഒരു കല്ല് വെച്ച് കെട്ടിയപ്പോൾ മഹാനായ ഹബീബ് തങ്ങളെ രണ്ട് കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇതാണ് ചരിത്രത്തിൽ നമുക്ക് ഏറ്റവും വലിയ പാഠം. നേതാക്കന്മാരുടെ നേതാക്കളായി ഇരിക്കലല്ല, അനുയായികൾക്കൊപ്പം നിന്നുകൊണ്ട് എല്ലാ ത്യാഗവും സഹിച്ച അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളാണ്. അവർക്ക് നൽകിയ പരീക്ഷണങ്ങളൊക്കെ വലിയതായിരുന്നു. അവൻ തരണം ചെയ്ത് ജന്മത്തോടെ തരണം ചെയ്ത് വലിയ ഭൂരിഭാഗം അല്ലാഹു ആ മണ്ണിലൊക്കെ സഞ്ചരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകിയത് ഈ രണ്ട് ഹറമൈൻ ശരീഫൈനിലുള്ള ഒരു വലിയ അനുഗ്രഹമായി നമുക്ക് നാളെ പരലോകത്ത് നൽകുമാറാവട്ടെ. അമിനെ സഹായം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ വണ്ടി ഒന്ന് നടക്കേണ്ടവും ഒന്ന് മെല്ലെപ്പോഴും അവിടെ നമുക്ക് കാണാനാവുന്നത് പള്ളിയിൽ വെച്ച് നിസ്കരിച്ച ആ നമസ്കാരത്തിന്റെ മുംബൈയുടെ പ്രതിഫലം എല്ലാവർക്കും നൽകുമാറാവട്ടെ. അതേപോലെ നിമിതങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് മസ്ജിദുൽ നബവിയുടെ പണി കഴിഞ്ഞതിന് ശേഷം എല്ലാ ശനിയാഴ്ചയും ആദ്യമായി നിർമ്മിച്ച മസ്ജിദുൽ ഖുബായിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചു വരാൻ പതിവുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസങ്ങളിലാണ് മസ്ജിദുൽ ഖുബായിൽ ഹബീബ് തങ്ങളുടെ സന്ദർശനവും കാര്യവും. ആ നമസ്കാരത്തിനാണ് അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് ഒരു ഉംറയുടെ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞത്. അത് നമുക്ക് സൗഭാഗ്യം ലഭിക്കുവാൻ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. കന്ദക്കിന്റെ രണാഗ്രഹം യശസ്സിന്റെ കാഠിന്യത്താൽ പ്രയാസപ്പെട്ട സഹാബികളിൽ കൂട്ടത്തിൽ നിമിതങ്ങളെയും ഒരു 10 സഹോദരന്മാരെയും സ്വകാര്യമായി നിങ്ങളുടെ 10 പേരും അല്പം ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ 1500 വരെയുള്ള തൊഴിലാളികൾ കന്ദക്കിന്റെ പണിയെടുക്കുന്ന ആളുകളോട് നിങ്ങളെല്ലാവരെയും ജാബിർ വിളിച്ചിട്ടുണ്ട്, വരൂ എന്ന് പറഞ്ഞ് ഒരു വലിയ റാലിയായി ഒരു വലിയ ജാഥയായി തന്നെ ജാബിർ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ചെറിയ ആളുകൾക്ക് ഗോതമ്പമാവേ ഉള്ളൂ, അതുകൊണ്ട് ഒരു 10 ഭക്ഷണം കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് വല്ലാതെ ബേജാറായപ്പോൾ മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ ഗോതമ്പമാവും മുന്തിരിയില്ലാത്ത റൊട്ടിയുണ്ടാകുന്ന ഗോതമ്പമാവ് എവിടെ ചോദിച്ചപ്പോൾ ആ ഗോതമ്പമാവിലേക്ക് അല്പം ഉമിനീര് തങ്ങളുടെ ഷർഫാപ്പെട്ട ഉമിനീര് കൊടുത്തുകൊണ്ട് അതിങ്ങനെ പരതാൻ പറഞ്ഞു. 1500 പരം ആളുകൾക്ക് പത്തിരി ചുട്ടും ഉണ്ടാക്കിയിട്ടും ആ പത്തിരി വീണ്ടും വീണ്ടും അതിങ്ങനെ ആവശ്യക്കാരെ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അതുപോലെ അടുപ്പിൽ വെച്ച അന്ന് ഗ്യാസ് അടുപ്പൊന്നുമില്ല, അന്നത്തെ വിറകടുപ്പിൽ വെച്ച പാത്രത്തിൽ ആ കറിക്കട്ടിയിലേക്ക് നിബിധങ്ങളുടെ ഷർഫാപ്പെട്ട ഉമിനീര് അല്പം ഒഴിച്ച് അതങ്ങനെ അവിടെ തന്നെ വെച്ച് വിളമ്പാൻ പറഞ്ഞപ്പോൾ ഈ പറയുന്ന ആളുകൾ മുഴുവൻ ഭക്ഷണത്തിന് ആവശ്യമായ കറിയും അതിനുണ്ടാകാൻ കഴിഞ്ഞു. കൊടുത്ത മഴത്തിന്റെ മുമ്പിൽ ഒരു കാണാറ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഒരു സംഭവം കൂടി പറയാനും പഠിക്കാനും നമ്മളൊക്കെ ചരിത്രം വായിച്ച് പഠിക്കണം. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന പുണ്യഭൂമിയാണ് ഈ മദീന. മദീനയിലെ കാറ്റിന്, മദീനയിലെ പൊടിക്കാറ്റിന് അത് രോഗശമനത്തിന് കാരണമാണ്. ഒരു മരുന്നും വേണ്ട. ഇവിടെ പൊടിക്കാറ്റടിക്കുമ്പോൾ ചിലർക്ക് മാസ്ക് ധരിക്കും. മാസ്ക് ധരിക്കല്ല വേണം. ആദ്യമായി മറ്റൊരു പള്ളിയാണ് ഈ പള്ളി ഇടത് ഭാഗത്ത് കാണുന്ന പള്ളി. അത് നമ്മൾ കണ്ടു. അതുപോലെ ആദ്യത്തെ പള്ളിയാണ് ഈ ഇടത് ഭാഗത്ത് മസ്ജിദുൽ ജുമുഅ. മസ്ജിദുൽ ജുമുഅ എന്ന് പറയുന്ന പള്ളി അല്ലാഹു ആ പള്ളി നമുക്ക് സ്വർഗ്ഗത്തിൽ സാക്ഷിയാക്കി തരട്ടെ. ഇങ്ങനെ ഒരുപാട് അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ചരിത്ര സ്ഥലങ്ങൾ മദീനയിലുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ യാത്ര വളരെ സന്തോഷകരമായി വളരെ സന്തോഷത്തോടുകൂടി ഓരോ ചരിത്ര ഭൂമികളും കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിൽ അല്ലാഹുവിന്റെ ഹബീബിനോട് മഹബ്ബത്ത് ജനിപ്പിക്കണം. ഇതൊക്കെ 1400 വർഷം മുമ്പ് 14 നൂറ്റാണ്ട് മുമ്പ് ഈ മക്കാമലാലത്തിൽ ഇപ്പോൾ സൗകര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എല്ലാ പടുത്തുയർത്താനും ഇതിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി
എല്ലാ ജീവങ്ങളും നടത്താൻ കഴിഞ്ഞ മഹാന്മാരുടെ ചരിത്രഭൂമിയാണ്. ആ ചരിത്രഭൂമിയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ്. അല്ലാഹു നമുക്ക് അവന്റെ അനുഗ്രഹങ്ങൾ ഇനിയും ഏറെ പൂർത്തീകരിച്ചു. ഇൻഷാ അല്ലാഹ് നമ്മുടെ വാഹനം മുന്നോട്ട് ലഭിക്കുന്നത് ഇനി നമുക്ക് ഖിബലത്തൈനി പള്ളിയിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് ആദ്യഘട്ടത്തിൽ മക്കയിലെ മസ്ജിദുൽ ഹറാമിന്റെ മുന്നിലുള്ള കഅബയിലേക്കാണ് നിസ്കരിച്ചിരുന്നത്. നിസ്കാരം ഫർളാക്കിയ ശേഷം ആദ്യമായി നിസ്കരിച്ച ഖിബല കഅബ തന്നെയായിരുന്നു. ഇടക്കാലത്ത് 16 മാസക്കാലം മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് 16 മാസക്കാലം നബിയും സഹാബത്തും ഖിബലയായി നിസ്കരിച്ചിരുന്നത്. ഇന്ന് ഫലസ്തീൻ ഭൂമിയിൽ ചോരകളായ മണ്ണായി മാറിയിരിക്കുകയാണ്. ഫലസ്തീനികൾക്ക് ഇസ്സത്തും വിജയവും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ ഹിമ്മത്ത് വല്ലാത്തൊരു ഹിമ്മത്താണ്. അല്ലാഹു തആല ഹിമ്മത്ത് കൊണ്ട് അവർക്ക് വലിയ വിജയം നൽകുമാറാവട്ടെ. ആ മസ്ജിദുൽ അഖ്സയിലേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 16 മാസക്കാലം ഖിബലയായി നിസ്കരിച്ചിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അങ്ങനെ അപ്പോഴും റസൂലിന് വലിയ ഇഷ്ടം കഅബയിലേക്ക് തന്നെ തിരിയണമെന്നായിരുന്നു. കഅബയിലേക്ക് വീണ്ടും ഖിബലയാക്കാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം അല്ലാഹു തആല കബലമാക്കി കൊടുക്കുന്നു. അതിനർത്ഥമായി പല വലിയ ഖുർആൻ ബോധ്യപ്പെടുകയാണ്. അതിനറ അടുത്തറപ്പ് പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണുന്നിട്ട് ആകാശത്തിലേക്ക് എപ്പോഴാണ് ജിബ്രീൽ വരിക, ജിബ്രീലിന്റെ സന്ദേശം എപ്പോഴാണ് ഖിബല കഅബയാക്കി കിട്ടുക എന്ന ആ മാനസികമായ താല്പര്യം അല്ലാഹു കണ്ടപ്പോ അല്ലാഹു തആല പറഞ്ഞു, പല വലിയ ഇഷ്ടപ്പെടുന്ന അന്ന് താല്പര്യപ്പെടുന്ന കഅബയായ ഖിബല അവിടെ നിങ്ങൾ തിരിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഖുർആൻ ഇറങ്ങിയത് നാം നിസ്കരിക്കാൻ പോകുന്ന മസ്ജിദുൽ ഖിബലത്തെ എന്ന പള്ളിയിലാണ്. പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആയത്ത് അല്ലാഹു തആല ഇറക്കി കൊടുക്കുന്നത്. ആ സമയത്ത് ആ നിസ്കാരത്തിൽ തന്നെ ഖിബല തിരിഞ്ഞ് നിസ്കരിച്ചു എന്നാണ് അവിടെ നിന്ന് കാണുന്നവർക്കറിയാം. രണ്ട് ഖിബല ആദ്യം മിഹ്റാബ് ഉണ്ടായിരുന്ന ഒരു അടയാളപ്പെടുത്തൽ പള്ളിയുടെ മുകൾ ഭാഗത്തേക്ക് ആദ്യത്തെ മിഹ്റാബ് കാണാം. ഇപ്പോൾ നിസ്കരിക്കുന്ന ഖിബലയായ മിഹ്റാബ് കാണാം. അത് അവിടെ വെച്ച് നിസ്കരിക്കുന്ന പുണ്യമുള്ളതാണ്. ഖിബലയിൽ നിസ്കാരം അല്ലാഹു നമുക്ക് നിറവേറ്റുന്നുണ്ടാവട്ടെ. തിരൂരാണ്. അടിയന്റെ കാര്യം തിരൂർ ഉസ്താദിനെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഉസ്താദിനെ നേരത്തെ അതിനെ ഓർമ്മയിലായിരുന്നു. ഞാൻ പഠിക്കുന്ന മദ്രസയിൽ അതിശയമായിട്ട് ഓർമ്മയുണ്ടായിരുന്നു. ഇവിടെ വെച്ച് കണ്ടപ്പോഴാണ് ഞാൻ ആദർശിക്കായിട്ട് ഉപമസത്തിലേക്ക് വന്നതാണ്. പിന്നെ എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ജോലി ആവശ്യമായിട്ട് വന്നെങ്കിലും ഒരു പ്രാവശ്യം ജോലി ചെയ്യാൻ. അപ്പോ കുറച്ച് സാമ്പത്തിക പ്രയാസമുള്ള ഒരാളാണ്. ചെറുപ്പത്തിലെ ഉപമരണപ്പെട്ട രണ്ട് ജ്യേഷ്ഠന്മാർ ജന്മനാ ബുദ്ധിവൈകല്യമുള്ളവരാണ്. അപ്പോ എനിക്കും 2 പെൺകുട്ടികൾ എടുക്കാനുണ്ട്. മൂത്ത മോൾക്ക് 18 വയസ്സായി. കാണാനൊക്കെ തോന്നുന്നില്ല. പിന്നെ ജ്യേഷ്ഠന്റെ സുഖമില്ലാത്ത ജ്യേഷ്ഠന് 2 പെൺകുട്ടികൾ, ഒരു കല്യാണം കഴിഞ്ഞ കുട്ടിയൊക്കെ എടുക്കാനുണ്ട്. അപ്പൊ നിലവിൽ തന്നെ വീട് പണിയൊക്കെ കഴിച്ചുള്ള ഒരുപാട് പ്രയാസമായതുകൊണ്ട് ഇപ്പൊ ജോലി ക്രിസ്തീനിമാല കൗണ്ടർ അത്തർ ഇങ്ങനെ 3 കച്ചവടമാണ്. ആവശ്യമുള്ളവർ ഇവിടെ മദീനക്കാര് പ്രത്യേകിച്ച് റസൂലുള്ളാഹി എല്ലാ ബുധനാഴ്ചയും ഉഹുദിൽ പ്രത്യേക ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അടിസ്ഥാനത്തിൽ ഇന്ന് മഗ്രിബ് മുതൽ സുബ്ഹി വരെ ഇവിടെ വന്നാൽ കാണാം. ജനങ്ങളുടെ വലിയ അലിമീങ്ങൾ തുർക്കിയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ പണ്ഡിതന്മാരോട് വന്ന് ദുആ ചെയ്യുന്ന മനസ്സുകൾ കാണാൻ സാധിക്കുന്നതാണ്. ആ ദുആയിൽ നിങ്ങൾ പ്രത്യേകം ഉൾപ്പെടുത്തണം. മസാജിദാണ്. ഇടത് ഭാഗത്ത് കാണുന്ന മുൻഭാഗത്ത് കാണുന്ന വലിയ പള്ളി, അതുപോലെ വലത് ഭാഗത്ത് കാണുന്ന വലിയ 2 പള്ളികളുണ്ടാവും. ഇടത് ഭാഗത്ത് 3 പള്ളി കാണാം. മുൻപിൽ വലിയ പള്ളി, ഇടത് ഭാഗത്ത് അവരെ കയറി പോകുന്ന അവിടെ 2 പള്ളികൾ. ഇതൊക്കെ ഈ വണ്ടി പോകുന്നത് കണ്ടത്തിലൂടെയാണ്. അന്ന് കടനായി ഇപ്പോ കടല് പൂർണ്ണ റോഡാക്കിയതാണ്. അല്ലാഹു തആല 7 പള്ളികളും നാളെ നമ്മുടെ സ്വർഗ്ഗത്തിലെ സാക്ഷികളായി തീരുമാറാവട്ടെ. ഇവിടെ വലിയ പ്രയാസമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനല്ലോ. അൽഹംദുലില്ലാഹ് നമ്മുടെ യാത്ര സന്തോഷമാവട്ടെ. ദീർഘത്തിന്റെ പണികളും അസുഖങ്ങളും മനുഷ്യന്മാരാണ്. ജനങ്ങളും ചിത്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്വാമികൾ കുഞ്ഞിപ്പു സാഹിബ് വീഡിയോ എടുത്തുകൊണ്ടിട്ടുണ്ട്.
അമ്പലത്തിൻ്റെ ആ പള്ളികളുടെ വലതുഭാഗത്ത് ആ മുകളിൽ അതൊക്കെ ചെറിയ പള്ളി അന്നത്തെ കാലത്തുള്ളതായ പള്ളികൾ ചെയ്യാം. എല്ലാവർക്കും ഉംറ ഗ്രൂപ്പിലെ കുറ്റിപ്പൂന്റെ വകയായ നദിയായി ചേർത്ത് മക്കളെ ഒന്നും കൂടി കാണുന്നില്ല. ആ വലത് ഭാഗത്തേക്ക് നോക്കി ആ ചെറിയ പള്ളി ഒരു ചെറിയ മിനറാത്ത കാണാം. ഏത് പള്ളിയിലും പോയി പിന്നീടാണ് നമ്മുടെ തിരുവനന്തപുരം